ആലപ്പുഴ അരൂർ ക്ഷേത്രത്തിന് സമീപം തടിലോറി മറിഞ്ഞതിന് പിന്നാലെ ഗതാഗതക്കുരുക്ക് രൂക്ഷം. നാട്ടുകാരും പോലീസും അഗ്നിശമന സേനയും ചേർന്ന് ലോറി മാറ്റിയെങ്കിലും ഗതാഗതക്കുരുക്ക് തുടരുകയാണ്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, ഈ ദേശീയപാതയിൽ അല്ലെങ്കിൽ തന്നെ വല്ലാത്ത ഗതാഗതക്കുരുക്കാണ്. ഇപ്പോൾ ലോറി മറിഞ്ഞതുകൂടി ഈ ഗതാഗതക്കുരുക്ക് എത്രമാത്രം രൂക്ഷമാണ്? ഫിജി, നമ്മൾ ഈ എന്നാ വാ കുഴി അടയ്ക്കാമെന്ന നമ്മുടെ ആ ഒരു പരമ്പര തന്നെ തുടങ്ങുന്നത് അവിടെ നിന്നായിരുന്നു. ആ സമയത്ത് അവിടെ ചില അറ്റകുറ്റപ്പണികൾ ആ വാർത്തകളുടെ വന്നതിന് പിന്നാലെ തന്നെ നടത്തുകയും കോടതി ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അവിടുത്തെ സ്ഥിതിക്ക് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഈ ലോറി മറിയാൻ തന്നെ കാരണം വഴിയിലെ കുഴി തന്നെയാണ് എന്നുള്ളതാണ്. ഒരു കുഴിയിലേക്ക് ലോറിയുടെ മുൻചക്രം ആഴ്ന്നു പോവുകയും തുടർന്ന് ലോറി മറിയുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ വഴി പൂർണ്ണമായും അടയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഈ ഭാഗത്ത് ഉണ്ടാവുകയായിരുന്നു. ഇടറോഡുകൾ പോലും ഈ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു. വാഹനങ്ങൾക്ക് ഒരു തരി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ മണിക്കൂറുകളോളം കിടക്കുന്ന ഒരു കാഴ്ച. അതിനുശേഷം ഏതാണ്ട് ഒരു 11 മണിയോടുകൂടിയാണ് ഈ ലോറി ഉയർത്തി, അതായത് അതിലെ തടികളെല്ലാം തന്നെ മറ്റൊരു ലോറിയിലേക്ക് കയറ്റി അതിനുശേഷം ലോറി ഉയർത്തുന്നത്. എന്നാൽ പോലും അത്രയും സമയം ഉണ്ടായിട്ടുള്ള ആ ബ്ലോക്ക് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഏറ്റവും നമുക്ക് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കൂൾ കുട്ടികൾ പോകുന്ന സ്കൂൾ ബസ്സുകൾ വരെ ഇതിൽ ഈ ബ്ലോക്കിൽ പെട്ടുകിടക്കുന്ന ഒരു നിലയാണ്. കാരണം രാവിലെ 7 മണിക്ക് ഒക്കെ വണ്ടിയിൽ കയറിയ കുഞ്ഞുങ്ങളാണ്. അവരാണ് ഈ ഇപ്പോൾ പരീക്ഷ കാലം കൂടിയാണ്, പരീക്ഷയ്ക്ക് പോലും പോകാൻ കഴിയാത്ത നിലയിൽ ആ ബ്ലോക്കിൽ പെട്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഈ പലപ്പോഴും ഈ നിർമ്മാണ കമ്പനിയുടെ നിർമ്മാണത്തിന്റെ അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അവർ ഒരു തരത്തിലുള്ള ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒപ്പം തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്നും ഒരു തരത്തിലും ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇവിടെയുള്ള ആളുകളുടെ തീരുമാനം. കാരണം ഇത് സഹിക്കുന്നതിന് അവർ പറയുന്നത് ഇങ്ങനെയാണ്: സഹനത്തിന്റെ നെല്ലിപ്പല ഞങ്ങൾ കണ്ടു, ഇനിയിപ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോകാനുള്ള തീരുമാനത്തിലാണ്. ഒപ്പം തന്നെ സമാന്തരമായി ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു വഴി നിർമ്മിച്ചു തന്നെങ്കിൽ മാത്രമേ മറ്റ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. ആ നിലയ്ക്കുള്ള പ്രതിഷേധത്തിലേക്ക് തങ്ങൾ പോകാനുള്ള തീരുമാനത്തിലാണെന്നാണ് നാട്ടുകാരും പറയുന്നത്. ശരി അബി.